ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്, എപ്പോഴും ഷോർട്സ് തന്നെയാണ് കേട്ടോ കൂടുതലും ചെയ്യാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് കുറച്ചായി ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിട്ടിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്കിപ്പോഴാണ് അത് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയത്. അപ്പോൾ ഞാൻ വോയിസ് ചെയ്യാതെ ഞാൻ ഇട്ടേക്കായിരുന്നു കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചായി നമ്മൾ ഒരു ബിരിയാണിയൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ നമ്മൾ ബിരിയാണി വെക്കാൻ പോകാനുണ്ട്. അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെന്താ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ളി അരിഞ്ഞു കൊടുക്കുക, പിന്നെ മുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചതച്ച് കൊടുക്കുക, അതൊക്കെയാണ് കേട്ടോ എൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഉള്ളിയെല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ നമ്മളിങ്ങനെ വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ ഇത് വെളിച്ചെണ്ണയാണെന്ന് തോന്നുന്നു, വെളിച്ചെണ്ണയിലോ ഡാൽഡയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം വറുക്കാനിട്ടു. പിന്നെ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിയും പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, അപ്പോൾ അത് കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി വെക്കുന്നത് നമ്മളുടേതായ രീതിയിലാണ് കേട്ടോ. അപ്പോൾ പലരും ഇങ്ങനെ ആയിരിക്കില്ല വെക്കുന്നത്, പലരും പല രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ചധികം ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഉള്ളിയൊക്കെ സെറ്റായി വഴറ്റി. പിന്നെ നമുക്ക് കുറച്ച് തക്കാളി വേണം. അപ്പോൾ ഞാൻ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ല നീളത്തിലരിഞ്ഞു. അപ്പോഴത്തേക്കും ഉമ്മച്ചിയാണെങ്കിൽ അടുപ്പിൽ അരിക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അരി വേവിക്കുന്നത് അടുപ്പിലാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ വേവിക്കാൻ വെച്ച് ഞാൻ ആ തക്കാളിയും എല്ലാം അരിഞ്ഞത് ഈ ഉള്ളിയിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വഴണ്ട് വരണം. അതിനുശേഷം നമുക്ക് മസാല, നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ കൂടുതലായിട്ടും ഈ മസാലയിൽ നമ്മൾ ചേർക്കുന്നത്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ ബിരിയാണി മസാല, ഗരം മസാല, അങ്ങനത്തെ മസാലകൾ മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ മസാല വഴറ്റുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് അതിലിട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനല്ല ഈ ബിരിയാണി വെക്കുന്നത്, ഉമ്മച്ചിയാണ് വെക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് അധികം മല്ലിച്ചപ്പ് എൻ്റെ കയ്യിൽ മല്ലിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുതിനയില മാത്രമാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാം കേട്ടോ. നമ്മൾ മല്ലിയില എല്ലാം ഇട്ടു. നന്നായിട്ട് വഴറ്റി വന്ന ശേഷം കുറച്ച് തൈര് അതിലേക്ക് ഇട്ട് കൊടുക്കുക. തൈരിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആ മസാല എല്ലാം കവർ ചെയ്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് കുറവുണ്ടായിരുന്നുണ്ട്, അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. നമ്മൾ ചെറുനാരങ്ങയുടെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മൾ നന്നായിട്ട് ഒരു ഫുൾ ലെമൺ നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുന്നില്ല. നമ്മൾ തൈര് ഒഴിച്ചതുകൊണ്ട് നമ്മൾ ഹാഫ് ലെമൺ മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ചെറുതായിട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. അതിൽ വെള്ളം ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അതുകൊണ്ട് നമ്മൾ വെള്ളം വേറെ ഒഴിക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ ഡാൽഡയും വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് അരി ഇടാൻ വേണ്ടിയിട്ട് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ നമ്മൾ കഴുകി, നമ്മൾ ചെറിയ ജീര റൈസാണ് കേട്ടോ ഇടുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചിടുക. പിന്നെ നമ്മൾ ഇതിൽ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഉപ്പിട്ട ശേഷം നമ്മൾ പൂവും ജീരകവും ഏലക്ക അങ്ങനെ നമ്മൾ റൈസിലിടുന്ന സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ഒരു ജോലിയായിരുന്നു കേട്ടോ പിന്നെ സലാഡ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സലാഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടേസ്റ്റ് നോക്കിക്കൊണ്ടേയിരിക്കണം. ഉപ്പുണ്ടോ ഞാനത് തീരുന്നത് വരെയും ഉപ്പുണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉപ്പൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പം നമ്മൾ റൈസിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിപ്പ് എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൈസെല്ലാം വെന്തു. റൈസ് നമ്മൾ ഊറ്റാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചിക്കനൊക്കെ മസാല റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ നമുക്ക് ദമ്മിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്കാണ് കേട്ടോ ദമ്മിടുന്നത്. ഫസ്റ്റ് ലെയർ മസാല ഇട്ട ശേഷം നമ്മൾ സെക്കൻഡ് ലെയർ റൈസ് ഇടുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ മല്ലിയില, പുതിനയില എല്ലാം നമ്മൾ ഓരോരോ ലെയറായിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 ലെയറാണെന്ന് തോന്നുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദമ്മിടുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഡാൽഡയും നെയ്യും എസൻസും എല്ലാം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ഡാൽഡയും നിങ്ങൾക്ക് അറിയാമല്ലോ ദമ്മിടുന്നതൊക്കെ. അങ്ങനെ നമ്മൾ അതെല്ലാം ഇട്ട്. നമുക്ക് പുതിനയില ഉണ്ടായിരുന്നു, പക്ഷേ മല്ലിയില ഇല്ലായിരുന്നു കേട്ടോ. ബിരിയാണിയാണോ ഇഷ്ടം സാധാ ചോറും കറിയൊക്കെയാണോ ഇഷ്ടം വെച്ചാൽ എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് വെക്കാൻ കൂടുതൽ എളുപ്പം ബിരിയാണിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. പക്ഷേ നമ്മൾ മറിച്ച് ചോറും കറികളൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തീയൊക്കെ പിരിച്ചിട്ട് കനലെല്ലാം നമ്മൾ മേലിൽ കോരിയിട്ട്
എന്ത് പോവാത്ത രീതിയിൽ നമ്മളൊരു വെയിറ്റ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പം അങ്ങനെ ദമ്മിടി പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് സമയം അതങ്ങനെ ഇരുന്ന് നല്ല സെറ്റാവട്ടെ. അപ്പം കുറച്ച് സമയം മതിയായിരിക്കും. നമ്മളൊരു കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെറ്റ് നമുക്കിനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ദമ്മ് പൊട്ടിക്കാം. അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിക്കുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ ദമ്മ് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് നമ്മൾ മിക്സിങ് പരിപാടിയാണ് കേട്ടോ. അത് നിങ്ങളെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെയാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് നോക്കാൻ തന്നിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ്. എൻ്റെ ജോലി ഇന്ന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സലാഡ് ഉണ്ടാക്കുക, പപ്പടം കാച്ചുക. അപ്പോൾ നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിനി അടുത്ത പരിപാടി പപ്പടം കാച്ചുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം പപ്പടം കാച്ചുക ഇതൊരുമാതിരി വൃത്തികെട്ട പപ്പടമായിരുന്നു. ഒരുമാതിരി ആന ചവിട്ടി കണക്ക് ഇത് വീർത്ത് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചോറും പപ്പടവും സലാഡും അച്ചാറിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അടിപൊളി ബിരിയാണിയാണ്. നമ്മളിത് എന്താ പറയുക, ഇത് വോയിസ് ചെയ്യുമ്പോഴും എനിക്ക് ആ ബിരിയാണി കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.